എങ്ങനെ വന്നു? ഡ്രൈവ് ചെയ്ത് വന്നാ അതോ? കാറിലാണ്. പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, സൈക്കിൾ മാത്രമേ. ഓ സൈക്കിള്. പക്ഷെ ഏറ്റവും നല്ല എന്താ പറയാ, ആരോഗ്യത്തിനും ഏറ്റവും നല്ലത് സൈക്കിളാന്നാ പറയുന്നത് അല്ലേ? അപ്പൊ സൈക്കിൾ എന്നൊരു സാധനം ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, സൈക്കിള് ശരിക്കും നമ്മുടെ കേരളത്തിൽ കാണാനേ ഇല്ല. ആലപ്പുഴ ഭാഗത്തൊക്കെ സൈക്കിളിൽ ആൾക്കാർ പോകുന്നുണ്ടോ ചേട്ടാ? ഇപ്പൊ സൈക്കിൾ കൊണ്ട് നിർത്തി തന്നെ കുഴപ്പമില്ല. വീട്ടില് ട്രെഡ്മിൽ മേടിച്ചിട്ട് സൈക്കിൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എനിക്കിട്ടൂടെ അത് കൊള്ളും. കാര്യം നന്നാവാൻ വേണ്ടി ഞാനും അതിൽ നിന്നാണ് ശ്രമിക്കുന്നത്. കാര്യം എന്നാന്നോ, ഈ ത്രെഡ്മില്ലിന്റെ കാര്യം പറഞ്ഞപ്പോ ചേച്ചി സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോലും അത് കുറെ നാൾ ടവൽ ഇങ്ങനെ ഉണക്കാനിടുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ പ്രേക്ഷകർ എന്നെ ചീത്ത പറഞ്ഞ് ഞാൻ കുറേശ്ശെ നന്നായി, അതായത് ത്രെഡ്മിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇതിപ്പോ എനിക്ക് എല്ലാ കാര്യത്തിലും എന്നെ ഇട്ടുണ്ട് ഓടിച്ചോളും. അതുകൊണ്ട് എനിക്ക് മറ്റേ ഇത് വേണ്ട, മിഷന് വേണ്ട അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ്ലി ഒരു നല്ലൊരു ഗ്രഹനാഥനാന്നാ തോന്നുന്നത്. അതുകൊണ്ട് ആ ഒരു വർത്താനത്തിൽ എനിക്ക് മനസ്സിലാക്കി അത്ര മിടിക്കല്ലേ? അല്ല പിന്നെ അത് ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ഞാൻ എന്റെ പ്രേക്ഷകരോട് പറഞ്ഞ് ചേട്ടന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നവരത്ന കുറുമ ചെയ്തത്. അല്ല ചേട്ടാ, അതിന് വല്ല കഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അതല്ലേ ഇത് ഒരു ജീവൻ രക്ഷിച്ച ഒരു സംഭവം. അത് നവരത്ന കുറുമയോ? അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞത്. അത് ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നില്ലേ? ഇല്ലില്ല, ദേഷ്യവും തോന്നില്ല, ഒരു ദേഷ്യവും തോന്നിയില്ല. മോള് മംഗലാപുരത്താണ് പഠിക്കുന്നത്, പിന്നെ ഇന്റീരിയർ ഡിസൈനിങ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അഡ്മിഷൻ പ്രമാണിച്ച് 3 ദിവസം അവിടെ നിന്നു ഹോസ്റ്റലിൽ നോക്കുക. അപ്പോൾ അവിടെ ഒരു സാധനം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അവരെല്ലാത്തിനും അതും കണ്ണിമാങ്ങ കറിക്കിയത് വരെ പഞ്ചസാര ഇടും, അങ്ങനത്തെ എല്ലാം മധുരമാണ്, ഒന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞത്. പിന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 3 ദിവസം ഇതായിരുന്നു. അപ്പോൾ അതിങ്ങനെ അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആഹാരം കിട്ടാണ്ട് അവിടെ കിടന്ന് മരിച്ചു പോയിന്. അപ്പോൾ ഇതൊരു മൃതസഞ്ജീവനിയാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ മോളെ കൊണ്ട് ഉണ്ടാക്കിച്ചു, അവിടെ നിന്ന് കഴിച്ചു. അതിനുശേഷം മോള് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തു. മോളുടെ പേര് സുഭദ്ര. അത് നേരെ ചേട്ടാ. പക്ഷെ ഇപ്പൊ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ചേട്ടൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടൊക്കെ നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് എന്തൊക്കെ കാര്യങ്ങളും ശരിക്കും ഒരു ലെജൻഡിന്റെ മകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ നമുക്ക് ഇല്ലെങ്കിൽ പോലും ഇന്നും അദ്ദേഹം നമ്മുടെ മലയാളികളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നസീർ സാറ്, ഷീലാമ്മ, വയലാർ സാറ്, ദേവരാജ മാസ്റ്റർ, ഇവരുടെയൊക്കെ ഒരു കാലഘട്ടവും ഒക്കെ നമുക്കൊക്കെ കുറച്ചൊക്കെ അറിവല്ലേ ഉള്ളൂ. പക്ഷേ ചേട്ടനിൽ നിന്നും അറിയുവാന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ചേട്ടനോട് എല്ലാ വിശേഷങ്ങളും ചോദിച്ചു മനസ്സിലാക്കണം അല്ലേ? അന്ന് വരണം ചേട്ടൻ, നമുക്ക് ഇരുന്ന് വർത്താനം പറയാം. അതിൻ്റെ കൂടെ എൻ്റെ അത് കൂടെ തരാം. എനിക്ക് വിശപ്പുണ്ടാക്കുന്നത് മണമാണ്. ഇതാ നല്ല മണം എന്തെങ്കിലും ഉണ്ടല്ലേ? അപ്പൊ പിന്നെ ഒരു സമാധാനമായി, നമുക്ക് പേടിക്കാനില്ലല്ലോ. ചേച്ചി പാചകമൊക്കെ എങ്ങനെയാ ചേച്ചി? ഇതുണ്ടാക്കിയോ വീട്ടില്? മോള് ഞാൻ ആദ്യം പതുക്കെ കഴിക്കാം. ആദ്യം അതിഥി ദേവോ ഭവ എന്നുള്ളല്ലേ? അതുകൊണ്ട് പിന്നെ ചേട്ടൻ ചേച്ചിക്ക് തന്നേച്ച് ഞാൻ സമാധാനമായിട്ട് ഇത് മൊത്തം കഴിക്കാമല്ലോ. ഒരിക്കലും ഇല്ല. അതെന്നാന്നറിയോ ചേട്ടാ, കൊതി വരികയല്ല അല്ലേ ചേച്ചി? നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ശരിക്കും എന്നാ പറയുന്നത്, മിക്ക സ്ത്രീകളും അതെ, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തോട് നമുക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ട് തോന്നുന്നില്ല. പക്ഷെ ചേച്ചി എനിക്ക് ഒന്ന് ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞാൻ മൊത്തത്തോടെ എടുത്തിരുന്ന് ആസ്വദിച്ച് കഴിക്കും. ഇല്ലേ ചേച്ചി? എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ? ആപ്പിളും പൈനാപ്പിളും രണ്ടേ ഉള്ളൂ. പിന്നെ പനീറാ ചേർത്തേക്ക്. ശരി, അവിടെ അങ്ങനെയല്ല. ആപ്പിൾ, പൈനാപ്പിൾ, ഓറഞ്ച്, മുന്തിരി ചേർക്കും. ശരി, അവിടെ ഉള്ളതിനൊക്കെ അങ്ങനെയുണ്ട്. ഇതിപ്പോ ഞാൻ ആപ്പിളും പൈനാപ്പിളും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ല, ഒരു കണക്കിന് കാര്യം അതനുസരിച്ച് അവിടുത്തെ എന്താ പറയുക, മധുരം അവിടെ കൂടുതലാണ് അവിടെ. ഓ അത് ശരി, ഇത്രയും ഫ്രൂട്ട്സ് വരുന്നുണ്ട്. അവിടുത്തെ പോലത്തെ ഈ ടേസ്റ്റ് ഇതാ നല്ലത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ശരിയാ. നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ചേട്ടന്റെ ആ ഒരു അവസ്ഥ വെച്ച് ആലോചിക്കുമ്പോ അതിന് ഭയങ്കര സ്വാദായിരുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തിന്റെ വിലയൊക്കെ അന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ? ഒരു ചായക്ക് മോള് വെക്കേഷൻ വരുമ്പോ ഇതാ അവസ്ഥ. ഓ ശരി, പറഞ്ഞ പോലെ ഞാൻ മോളുടെ വിശേഷം ചോദിച്ചു. ശരിക്കും ഞാൻ മോളെ ഇതുവരെ കണ്ടിട്ടില്ല ചേച്ചി. ചേട്ടന്റെ ഫോട്ടോ പരീക്ഷ അല്ലെങ്കിൽ മോള് തട്ടമൊക്കെ ഇട്ടിരിക്കുന്നത്. ശരിക്കും ഈ തട്ടമൊക്കെ ഇട്ട് ഫോട്ടോ കാണുമ്പോണ്ടല്ലോ, ശരിക്കും ചേട്ടാ എനിക്ക് ഓർമ്മ വരുന്ന വെച്ചാൽ ഞാൻ ഫീൽഡിൽ ഫസ്റ്റ് ടൈം കയറിയപ്പോ എന്റെ ഫസ്റ്റ് ഒരു മാഗസിൻ കവർ ഇങ്ങനെയായിരുന്നു.
ഈ ചേട്ടാ ഈ സത്യം പറഞ്ഞുണ്ടല്ലോ എനിക്ക് ചോദ്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ചോദിക്കാനേ. ഈ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നസീർ സാറിൻ്റെ കാലഘട്ടവും വയലാർ സാറും ദേവരാജൻ മാസ്റ്ററിൻ്റെ മ്യൂസിക്കും ഇതൊക്കെ ഈ പഴയ ഓൾഡ് ജനറേഷൻ ആയാലും ശരി, ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും ഇപ്പം ഇനി വരാൻ പോകുന്ന ജനറേഷൻ ആയാലും ശരി, ഒരിക്കലും മറക്കില്ല. എനിക്ക് ആ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ചേട്ടനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അമ്മയ്ക്ക് വലിയൊരു റോളുണ്ട്. അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന അച്ഛനെ എള്ളുകറി ഒക്കെ വലിയ ഇഷ്ടമാണ്. എള്ളുകറി, പിന്നെ നമ്മുടെ മുളക് ദോശ, ഇതൊക്കെ ഏത് മധുരയ്ക്ക് ഒരു ഒട്ടും നീരസമില്ലാണ്ട് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഓ അത് ശരി. മുളക് ദോശ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പൊടി അങ്ങനെ അത് പരിപ്പ്, ഉഴുന്ന്, അടദോശ എന്ന് പറയുന്നത് അല്ലേ? ആ അത് ശരിയാ. പക്ഷെ അത് ഭയങ്കര ഹെൽത്തി ഫുഡാണ് അടദോശ. അച്ഛൻ്റെ ഒരു യാത്രക്ക് അമ്മയുടെ ഒരു വലിയ സപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ പാചകം അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അച്ഛൻ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ? വളരെ അപൂർവം വരാറുള്ളൂ. വന്നാൽ തന്നെ വീട്ടിലുണ്ടാകാറില്ല. അച്ഛന് എപ്പോഴും വരികയല്ലേ? മദ്രാസിലല്ലേ, വേറെ ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ സ്റ്റുഡിയോ വളരെ അപൂർവം, വളരെ അപൂർവമുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം അച്ഛൻ ഇങ്ങനെ ഒരു എന്നാ പറയാ ലിറിക്സ് എഴുതുവാണെങ്കിൽ ഇപ്പം ഡയറക്ടർ വൈസ് സിറ്റുവേഷൻ പറയോ കഥ പറയോ അതോ അച്ഛൻ നേരത്തെ? അല്ല സിറ്റുവേഷൻ ഇപ്പോഴത്തെ പോലെ തന്നെ. ഇപ്പോഴത്തേക്കാൾ അവർക്ക് ബാധ്യത കുറവാന്നേ ഉള്ളൂ. കാര്യം ഇപ്പം ട്യൂൺ അനുസരിച്ച് നമുക്ക് എഴുതാനുള്ളൊരു ജോലി കൂടുതൽ എഴുതാറുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എഴുതാൻ. അപ്പൊ അച്ഛൻ്റെ ഒക്കെ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇച്ചിരി ഇതൊക്കെ അറിവേ ഉള്ളൂ. എന്നാലൊന്ന് ചേട്ടാ ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാന്നുള്ള ഒരു ആങ്സൈറ്റിയാ. ഏറ്റവും പ്രധാനം വെച്ചാൽ അന്ന് മലയാളത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു സത്യമായിട്ടും. അപ്പം അതുകൊണ്ട് ഏത് ആൾക്കാരും പിന്നെ കേൾക്കാനേ പറ്റുള്ളൂ, കാണാൻ പടത്തിന് വിഷ്വലല്ലോ, പാട്ട് കേട്ട് തന്നെ ആസ്വദിക്കാനേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കേൾക്കുമ്പം നമുക്ക് തന്നെ ഓരോരുത്തർക്കും ഒരു ഭാവന ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ അതല്ല, ഇന്ന് നിർബന്ധിച്ച് നമ്മൾ അടിച്ചേൽപ്പിക്കുക. ഇപ്പോൾ ഒരു പാട്ട് ഇപ്പോൾ നമുക്ക് മറ്റേതങ്ങനെ. അപ്പോൾ ഞാൻ യോജിക്കുന്നില്ല, എനിക്കിഷ്ടമാണ്. കാര്യം MT യുടെ ഒരു നോവൽ ഞാൻ പണ്ട് വായിച്ചിട്ട് അതിനകത്ത് ഇവനല്ല, അതിനകത്ത് നായിക പിന്നെ റിട്ടയർമെൻറ്റെല്ലാം കഴിഞ്ഞിട്ട് മൂകാംബിയെ പോകുന്ന രണ്ടുപേരും ഒരു ജീപ്പിൽ കയറി അവിടെ ചെല്ലുമ്പോൾ ഒരു ഭാര്യ ഭർത്താവുന്ന രീതിയിലൊക്കെയാണ് അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ. പക്ഷെ അവരല്ല, അവർ പണ്ട് ഇഷ്ടപ്പെട്ടവരാണ്. അപ്പം അന്ന് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിൻ്റെ മുഖമായിരിക്കും നായികയുടെ, മറ്റത് ഞാനായിരിക്കും. അപ്പോൾ അത് വായനയുടെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ നമ്മൾ സങ്കല്പിക്കും. ഇത് സിനിമയായി. ജയറാമേട്ടനും സുഹാസിനി ചേച്ചിയായിരുന്നു. ഇപ്പം നമ്മളെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം വരുള്ളൂ, നമ്മുടെ മുഖം വരില്ല. അതാണ് എൻ്റെ വ്യത്യാസം. കേട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഭാവന വളരെ ഓരോരുത്തർക്കും ഭാവന ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് ആ പാട്ടുകൾ ഇങ്ങനെ ഓരോരുത്തർക്കും എന്തെങ്കിലും സങ്കല്പിക്കാനുണ്ടാവും ഒരു പാട്ട് കേൾക്കുമ്പോൾ. ഇന്ന് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ വിഷ്വലിനെ ആശ്രയിച്ച് പോകുന്നതുകൊണ്ട് എൻ്റെ മോളിപ്പം എൻ്റെ പാട്ടൊന്നും കേൾക്കില്ല, ഓഡിയോ കേൾക്കില്ല. അച്ഛാ എനിക്ക് കണ്ടെങ്കിലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അവരങ്ങനെ ആയിപ്പോയി. അതാണ് അപ്പം അതാണ് എൻ്റെ വ്യത്യാസം. പാട്ടിനോടുള്ള ശ്രദ്ധയൊക്കെ കൂടുതൽ വിഷ്വലിലേക്ക് പോകും. വിഷ്വൽ വളരെ റിച്ചാണല്ലോ ഇപ്പം. ചേട്ടാ അച്ഛൻ ഇപ്പം ഒരുപാട് കാലവും മെഡ്രാസിലായിരുന്നു, നല്ലപ്പോഴാ വീട്ടിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ? അന്നേരം ശരിക്കും ചേട്ടൻ്റെ കുഞ്ഞുനാളിലൊക്കെ അച്ഛനെ ഒത്തിരി മിസ്സായിട്ടില്ലേ? ഞാനൊരു 30 തവണ കൂടുതൽ അച്ഛനെ കണ്ടിട്ടില്ല ലൈഫിൽ. എന്താ വെച്ചാൽ ഞാൻ 2ാം ക്ലാസ് മുതൽ ബോർഡിങ്ങിലായിരുന്നു. എന്നെ കൊണ്ട് ബോർഡിങ്ങിലാക്കി അച്ഛൻ. അപ്പം എറണാകുളത്തായിരുന്നു ആ സമയത്ത്. അച്ഛൻ മെഡ്രാസിൽ നിന്ന് തിരക്കുള്ള സമയത്ത് ഫ്ലൈറ്റിൽ ട്രെയിനിൽ വരികയാണെങ്കിൽ തിരക്കുണ്ടെങ്കിൽ എന്നെ കാണില്ല. ബോർഡിങ് വളരെ അപൂർവം. അത് ആ തിരക്ക് പോലെ ഇരിക്കും. അതിലും പ്രധാന പ്രശ്നം വെച്ചാൽ എനിക്ക് വെക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് അച്ഛൻ മെഡ്രാസിൽ ഒന്നും വരണമെന്നില്ല. കാര്യം നമുക്ക് വെക്കേഷൻ ഇല്ലല്ലോ ഈ സിനിമാക്കാർക്ക്. ഓണം വെക്കേഷൻ അങ്ങനെ സംഭവമൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം ആ സമയത്ത് ചിലപ്പോൾ അച്ഛൻ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഞാനില്ലാത്തപ്പോഴേക്കും അച്ഛൻ ചിലപ്പോൾ വീട്ടിൽ വരുന്നത്. അങ്ങനെ എനിക്ക് വെച്ചാൽ 13 വർഷം ഏകദേശം തുടർച്ചയായിട്ട് അച്ഛൻ പാട്ട് എഴുതിയിട്ടുള്ളൂ. ചില സജീവമായത്. എൻ്റെ അനിയത്തിക്ക് 2 വയസ്സുള്ള ഭാര്യ ഉദയയുടെ അതിറങ്ങി അന്നേരം എനിക്ക് 2 വയസ്സ്. എൻ്റെ 15ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. 13 വർഷമാണ്. 13 വർഷത്തിൽ ഇപ്പോൾ ഒരു വർഷമൊക്കെ ചിലപ്പോൾ ഒരു തവണയെ കണ്ടാലായി. അന്ന് അതുപോലെയായിരുന്നു. നമ്മുടെ ബോർഡിങ് ജീവിതമായതുകൊണ്ട് എനിക്ക് ബോർഡിങ് വളരെ സുഖമായിരുന്നു. എനിക്ക് കിട്ടിയൊരു ഗുണം എന്താ വെച്ചാൽ ഏത് തരക്കാരോടും നമുക്ക് സംസാരിക്കേണ്ട അവിടെ പറ്റും. മറ്റേ വീട്ടിലൊക്കെ നമ്മുടെ വീടിൻ്റെ മാത്രം ഒരു ക്ഷയത്തിൽ നമ്മൾ പോകുള്ളൂ. ഇതിപ്പോൾ അതല്ല, ഏത് കള്ളൻ വന്നാലും ദമാടി വന്നാലും പോക്കറ്റുകാരൻ വന്നാലും പോലീസുകാരൻ വന്നാലും ഒക്കെ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബോർഡിംഗ് ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ശരിയാ. പക്ഷേ ചേട്ടാ ഈ പറഞ്ഞ പോലെ അച്ഛനെ ഒരുപാട് ചേട്ടന് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ്റെ ഒരു സ്വാധീനം കുറേശ്ശെയൊക്കെ ചേട്ടന് നല്ലോണം വന്നിട്ടുണ്ട്. അച്ഛനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ. ഇല്ലേ? കാര്യം അച്ഛനെ എക്സാമ്പിൾ ആക്കേണ്ട അച്ഛൻ ഒരിക്കലും പിന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് എന്നെ കാണുള്ളൂ. എന്നോട് കളിക്കുകയൊന്നുമില്ല.
തമാശ അനിയത്തിമാരുടെ 3 പേരുടെ കളിയും ഇതൊക്കെ ഉള്ളൂ. ഞാൻ അടുത്ത കാർന്നവർ എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട് എനിക്ക് 15ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു ഒരു ഷോക്ക് പെട്ടെന്നുണ്ടെങ്കിലും എനിക്കത് ആ ഒരു ഇനി ബാക്കിയുള്ളവരെ നോക്കേണ്ട ഞാൻ വന്നിട്ട് ഉത്തരവാദിത്വം അത് നേരത്തെ മുതലേ ഇങ്ങനെ ഫീൽ ചെയ്ത് തന്നിരുന്നു അച്ഛൻ. അപ്പോൾ ഒരുപക്ഷെ എനിക്കറിയില്ല അച്ഛൻ്റെ ജാതകത്തിൽ അച്ഛൻ്റെ അകാല മരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അച്ഛനാ ജാതകം കീറി കളഞ്ഞു വീട്ടിൽ. ജാതകത്തിലൊന്നും വിശ്വാസമില്ല, കീറി കളഞ്ഞു എന്തായാലും. അപ്പൊ അച്ഛൻ ഈ ജാതകം ശരിക്കും അച്ഛൻ മാനസികമായിട്ട് അച്ഛൻ ഒരുപാട് മനസ്സിലായത് കൊണ്ടാണോ ഇനി അച്ഛൻ അങ്ങനെ ആയത്? ഒന്നും അറിയില്ല. അച്ഛനെ പറഞ്ഞ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ്, ഇന്നതെന്നില്ല. അതാണ് അച്ഛൻ്റെ ഒരു പ്രത്യേകത. വെളുപ്പുളപ്പാട്ടും എഴുതും, ഭക്തിഗാനം എഴുതും, പ്രേമവും എഴുതും, വിരഹവും എഴുതും, എല്ലാം കിട്ടുന്നൊരു കടയാണ്. എല്ലാത്തിനും അതുപോലെ ഉണ്ടാവുമല്ലോ. ആ ഒരു വ്യത്യാസം അന്ന് പിന്നെ മാത്രമല്ല അത്ര അവസരം കിട്ടി. ഇന്നിപ്പോൾ ഒരു ഭക്തിഗാനം എഴുതാൻ നമുക്ക് സിനിമയിൽ അവസരം ഉണ്ടോ? ഇല്ല. ശരിയാ. അച്ഛന് എഴുതിയ പാട്ടിൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വലിയ പ്രയാസം സത്യം കേട്ടോ. അതിലൊക്കെ ഈ എണ്ണിപ്പേർക്ക് ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ചേച്ചി ഒക്കുവോ? പലയിടത്തും പല രീതിയും അല്ല ഒരേ രീതി തന്നെ പറഞ്ഞിരിക്കുന്നത്. നല്ല വായിൽ ഉമിനീര് വന്നു കേട്ടോ. അപ്പൊ നമുക്ക് കഴിച്ചേച്ച് വർത്താനം പറയാം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ അച്ഛനെ ഈ ദൈവത്തിൻ്റെ പേരൊന്നും വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ജപിച്ച മന്ത്രം എന്ന് പറയുന്നത് വിശുദ്ധനായ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അത് 2ാം ക്ലാസ്സിലെ ബോർഡിൽ നല്ല ഇടിയും മഴ പെട്ടുമ്പോഴത്തേക്ക് പേടി വന്നു. അപ്പം അടുത്ത് കിടന്ന കൂട്ടുകാരും പറഞ്ഞാൽ ഇത് ജപിച്ചത്. കാര്യം ഞാൻ വീട്ടിൽ രാമനാമം കൃഷ്ണനാമം ജപിച്ചു അങ്ങനെ ശീലമൊന്നുമില്ല. ഇവിടെ വീട്ടിൽ അമ്പലമുണ്ട്, പക്ഷെ അച്ഛൻ അങ്ങോട്ട് പോകില്ല. മുത്തശ്ശിക്കും അമ്മയ്ക്കും അവിടെ പോകുന്നതിൽ അച്ഛൻ നിരീശ്വരവാദിയാണ്. അച്ഛൻ അമ്പലത്തിലൊന്നും പോകില്ല. അമ്പലത്തിലാണ് ഈശ്വരൻ എന്നുള്ള വിശ്വാസമല്ല അച്ഛൻ. അച്ഛനൊരു പ്രപഞ്ചനാഥനുണ്ട്, അദ്ദേഹത്തിന് രൂപമൊന്നുമില്ലല്ലോ. അച്ഛൻ്റെ ദൈവവിശ്വാസം ഞാൻ മനുഷ്യൻ മൈനസ് മാലിന്യം സമം ദൈവം. മാലിന്യം നമ്മുടെ മാലിന്യം എത്രത്തോളം കുറയുന്നു അപ്പം നമ്മളും ഈശ്വരൻ വന്നാകും. അതാണ് അച്ഛൻ്റെ ഒരു ഇരിക്കുന്നിടം ഈശ്വരനാക്കുക എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് എനർജി നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ തന്നെ ആ ഒരു ധാരണയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ശരിക്കും അപ്പം ഇത്രയും അച്ഛൻ ബോർഡിങ്ങിലാക്കിയെന്നൊക്കെ പറഞ്ഞല്ലോ ചേട്ടാ. ശരിക്കും ഒരു അച്ഛൻ്റെ മനസ്സിൽ മകൻ ഇന്നതാവണം, അവൻ വെൽ പേഴ്സണാലിറ്റി. ഡോക്ടർ ആയിരുന്നു. അത് അച്ഛൻ്റെ കവിത തന്നെ അതല്ലേ. സ്നേഹിക്കുകയല്ല ഞാൻ നോവാത്മാവിനെ സ്നേഹിച്ചിട്ടാത്തൊരു തത്വശാസ്ത്രത്തിൽ. നോവുന്ന ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തിൽ ഞാൻ സ്നേഹിക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നോവുന്ന ആത്മാവിനെ സ്നേഹിക്കുന്നവനാണല്ലോ. ആര് വഴി കൊണ്ടുപോകാനായിരുന്നു. പക്ഷേ നമ്മുടെ തലയെ വരച്ചതല്ല. അപ്പം മകൻ ശരിക്കും പഠിച്ച് ഡോക്ടർ ആയതുമില്ല. പക്ഷെ ചേട്ടന് ശരിക്കും ഡോക്ടർ ആവാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടായിരുന്നു അതോ? ഒരുപക്ഷെ നമ്മുടെ സൃഷ്ടി അതായിരിക്കില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊന്നും ഞാനിപ്പം സിനിമ തന്നെ വേറെ ജോലി ഉണ്ടായിരുന്നു. എനിക്ക് അവിടുന്ന് VRS കിട്ടി. നമ്മുടെ UB ഗ്രൂപ്പിലായിരുന്നു. അത് പിന്നെ അതിനൊരു സറ്റയർ ആയിട്ട് പറഞ്ഞാൽ വയലാർ മരിച്ചത് ഒരു പത്രം എഴുതിയതാണ്. വയലാർ മരിച്ചത് മദ്യപിച്ച്, വയലാറിന്റെ മകൻ മദ്യ കമ്പനിയിൽ. സംശയമില്ലല്ലോ. അതെ. അല്ല ഇപ്പൊ മുക്കുവിന്റെ മകൻ കടലിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ മകൻ കടലിൽ ഇറങ്ങാൻ പാടില്ലെന്ന് തോന്നുന്നില്ല അല്ലേ? ശരിയാ. അയ്യോ അപ്പൊ പിന്നെ ചേട്ടാ അത് കേൾക്കുമ്പോ ചേട്ടന് ഫീൽ ചെയ്ത് ചേട്ടൻ പ്രതീക്ഷിച്ചു? അല്ല ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ഇത്രയും കൊണ്ട് പറഞ്ഞു നിർത്തി. അതിലെല്ലാം ഉൾക്കൊണ്ട് അതെല്ലാം മനസ്സിലാക്കണം അല്ലേ ചേച്ചി? ഇപ്പം ഈ പറയുമ്പോൾ അമ്മായിയപ്പൻ്റെ കുറെയൊക്കെ വിശേഷങ്ങൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇത്രയും വലിയൊരു ലെജൻഡിന്റെ മകനാണ് അവിടെ വരണം. അപ്പൊ ചേച്ചിയുടെ ആസ് ഒരു യൂത്ത് ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതെല്ലാം കല്യാണം നിശ്ചയം കഴിഞ്ഞ് ഞാൻ ആകെ ഒരു പെണ്ണിനെ കണ്ടുള്ളൂ. ഇതിനെ മാത്രമേ കണ്ടു. അത് ഞാൻ പ്രശ്നം വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ സഹോദരി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പിന്നെ പെണ്ണിൻ്റെ മനസ്സ് എന്നെ വേദനിപ്പിക്കരുത്. ഇപ്പം പെണ്ണ് കണ്ടു കഴിഞ്ഞിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ ചിലപ്പോൾ കല്യാണം മുടങ്ങും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം. പക്ഷേ പെൺമനസ്സിൻ്റെ ധാരണ എനിക്കെന്തെങ്കിലും എന്നെ ഇഷ്ടപ്പെടാനായിട്ടാണ് ഒരു സങ്കടം പെൺമനസ്സിലുണ്ടാവും. അത് ഒത്തിരി എണ്ണാകുമ്പോൾ ഒത്തിരി ശാപമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിന് ഒരാളെ കണ്ടാൽ ഇതിനെ കണ്ടു, ഞാൻ കിട്ടി. പക്ഷെ അത് കണ്ട സമയത്ത് തന്നെ കണ്ടാൽ കിട്ടില്ലായിരുന്നു. പടം ഞാൻ അയച്ചു തരാം. എനിക്ക് തോന്നുന്നു ചുമ്മാ കേട്ടോ ഈ പറയുന്നതൊക്കെ. ഞാൻ കഴിക്കട്ടെ. ശരിയാ ചേച്ചി, ചുമ്മാ ഇരിക്കും. അങ്ങനെയാണോ ചേട്ടാ ഈ പറയുന്നല്ലോ വല്ല സത്യം ഉണ്ടോ? പിന്നെ ആന്നേലും വല്ല പറഞ്ഞിട്ടുണ്ടോ എന്നാലും ചെയ്യേ ഇങ്ങനെ പോലെ ഫോട്ടോ കണ്ടപ്പോഴത്തേനില്ല. അതാ ചുമ്മാ ചേച്ചി ഇപ്പൊ എന്ത് ഭംഗിയാ കാണാൻ ചേച്ചിനെ. ഉൾസൗന്ദര്യമാണ് മനസ്സ്. അല്ല അതാണ് ഏറ്റവും എന്തും എല്ലാ സ്വാതന്ത്ര്യവും തരുന്നു തന്ന നമ്മളെ. ഇല്ലെങ്കിൽ ഒരു കടിഞ്ഞാണെങ്കിൽ തീർന്നില്ലേ? അതില്ല അതല്ല. പണ്ടൊരു ചൊല്ലുണ്ട് ശരിക്കും, ഇപ്പൊ ആനയെ ബാധിക്കുന്നതാണ്. പണ്ട് പറയും കലാകാരന്റെ ഭാര്യ ആവരുത്, സിനിമാ നടിയുടെ ഭർത്താവ് ആവരുത്. ഇത്രയും വലിയ ഉപദേശം എനിക്ക് വേണ്ടായിരുന്നു.
ചേച്ചി പറയുന്നതിനോടൊക്കെ യോജിക്കുന്ന ചേച്ചി അറ്റ്ലീസ്റ്റ് ഒരു സപ്പോർട്ട് എനിക്ക് തരും. മിക്ക സ്ത്രീകൾ യോജിക്കുകയല്ലായിരിക്കും അല്ലേ ചേച്ചി? അങ്ങനെ എല്ലാം അംഗീകരിച്ചു തരാൻ ഒക്കുകയല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞതാ ചേട്ടാ. ചേച്ചി അടുക്കളയിലൊക്കെ ചേട്ടൻ സഹായിച്ചു തരുമോ? അടുക്കള ഒന്നും അല്ല കേട്ട ഒന്നും അറിഞ്ഞൂടാ. ഈ ഇടയിലോ ചേച്ചി ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ കയറുവല്ല എന്നാ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സാധനത്തിന് കുറ്റം പറയോ? ഇല്ല ഇല്ല അങ്ങനെയൊന്നും. എരിവും ഉപ്പും പുളിയൊക്കെ കുറവ് വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ നിർബന്ധ ശീലങ്ങളിൽ അമ്മയായിട്ട് കൊണ്ട് ഞാൻ വഴക്ക് അടിച്ചിട്ടൊരു കാര്യമുണ്ട്. അമ്മ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനിതെല്ലാം കുറച്ച് മതി നമുക്കറിയാം, പക്ഷെ അമ്മ എല്ലാത്തിലും ഇത് എരിവ് കൂട്ടും ഉപ്പ് കൂട്ടും. അപ്പം ഞാൻ ഈ പാത്രമൊക്കെ എടുത്ത് വലിച്ചെറിയും, എഴുന്നേറ്റ് പോകും. അമ്മ വളരെ ഒന്നും പറയേണ്ട അമ്മ ചിരിച്ചുകൊണ്ട് പോകും. ഇത് കുറേ നാൾ ഞാൻ യോഗ പഠിക്കാൻ തുടങ്ങി. യോഗ ഒരു 8 കൊല്ലം ഞാൻ പഠിച്ചു വെച്ചപ്പോൾ ഞാൻ വളരെ എൻ്റെ ഈ കുസൃതിയും ദേഷ്യമൊക്കെ പോയി. ഞാൻ എന്ത് തന്നാലും ഞാൻ എടുത്ത് കഴിക്കും. അപ്പോൾ അമ്മയ്ക്ക് സങ്കടം, ഇവനെന്താ സന്യാസിയാകാൻ പോകണം. ഞാൻ മിണ്ടുന്നൊന്നുമില്ല. എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചു ഇവൻ സന്യാസിയാകാൻ പോകണമെന്ന് ചോദിച്ചു. വളരെ സാത്വികൻ. അപ്പോൾ പിന്നെയാണ് പറഞ്ഞത്, പുള്ളിക്കാരനാണ് പറഞ്ഞത്. അപ്പം സംഭവിച്ച അമ്മ മനഃപൂർവ്വം കൂട്ടിയിടുന്നതാണ്. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ശബ്ദത്തിന് അച്ഛൻ്റെ ശബ്ദമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടെന്ന്. അമ്മയ്ക്ക് ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ അന്ന് നിർത്തി യോഗ. ഇപ്പം ഞാൻ അമ്മയെ ഞാൻ ഭാരതി എന്നാണ് വിളിക്കുന്നത്. അമ്മയ്ക്ക് എന്ത് ഇഷ്ടം അറിയോ? അച്ഛൻ വിളിക്കുന്നവളെ വിളിക്കും, ഭാരതി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വിളിക്കും. അയ്യോ ഭയങ്കര കേട്ടോ. അതിനകത്ത് ഒത്തിരി എന്താ പറയാ, അമ്മയുടെ ഒരു സ്നേഹവും ആ ഒരു ബന്ധമില്ലേ ചേച്ചി? അത് ശരിക്കും അമ്മ ആ എറിഞ്ഞപ്പം മകനാണ് ദേഷ്യം വരാം, പക്ഷെ അമ്മയുടെ ഉള്ളിൽ അച്ഛൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട്. ശരി, ഇപ്പൊ പാചകത്തെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ചേട്ടാ, സപ്പോസ് ഒരു കവിതയോ എന്തെങ്കിലും ഒന്ന് പാചകത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞ പറ്റോ? അതിനെപ്പറ്റി അറിവില്ലല്ലോ, വേണ്ടല്ലോ, രുചി അറിയാലോ. ഇപ്പൊ ചേട്ടൻ്റെ ലൈഫിൽ അച്ഛനെ അധികം ലൈഫിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു, പക്ഷെ എപ്പോഴെങ്കിലും അച്ഛനെ ഒന്ന് മിസ്സായിട്ടുണ്ടോ? അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതെപ്പോഴും അത് പോയി കഴിഞ്ഞപ്പം അത് വല്ലാണ്ട് നമുക്ക് തോന്നി. എനിക്ക് ഏറ്റവും അധികം സങ്കടം തോന്നിയത് മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ 75ാം വാർഷികമെന്ന് എനിക്ക് തോന്നുന്നു. സെനറ്റ് ഹാളിൽ ട്രിവാൻഡ്രത്ത് നടക്കുക. അച്ഛനും ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ ഒരു പിന്നെ പുരസ്കാരം മേടിക്കാൻ ഞാൻ അച്ഛൻ തോന്നുന്നു. അപ്പോൾ എന്നെ ആരും അറിയില്ല. അപ്പം ഈ സമയത്താണ് യേശുദാസ് ദാസേട്ടൻ കയറി വരുന്നത്. ദാസേട്ടൻ്റെ കൂടെ വിജയും വരുന്നു. വിജയ് എല്ലാവരും എടുത്ത് ഭയങ്കര ലാളനെ. അപ്പം ഞാൻ ആലോചിച്ചു ഫീൽ ചെയ്തില്ലേ? അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ തീർച്ചയായിട്ടും.